നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഡേവിഡ് ഗോഗിൻസ് എഴുതിയ കാൺട്ട് ഹേർട്ട് മീ എന്ന പുസ്തകത്തിന്റെ സംഗ്രഹമാണ് നമ്മൾ നോക്കുന്നത്. ഈ പുസ്തകം സാധാരണ ആത്മകഥയല്ല. ഇത് മനസ്സിന്റെ ശക്തി, സഹനശേഷി, ആത്മനിയന്ത്രണം എന്നിവയെ കുറിച്ചുള്ള കടുത്ത യാഥാർത്ഥ്യങ്ങൾ പറയുന്ന ഒരു മെന്റൽ ടഫ്നെസ് മാനുവൽ ആണ്. എഴുത്തുകാരൻ സ്വയം അതിജീവിച്ച ദാരിദ്ര്യം, വംശീയത, ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ എന്നിവയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും കഠിനമായ എൻഡുറൻസ് അത്ലറ്റ്സിൽ ഒരാളായി മാറിയ കഥയാണിത്. ഡേവിഡ് ഗോഗിൻസ് ഒരു അത്യന്തം ബുദ്ധിമുട്ടുള്ള ബാല്യകാലം കടന്നുപോയ ആളാണ്. പിതാവിന്റെ അതിക്രമം, ദാരിദ്ര്യം, പഠനത്തിൽ ബുദ്ധിമുട്ട്, വംശീയ വിവേചനം എന്നിവ അവനെ മാനസികമായി തളർത്തി. കുട്ടിക്കാലത്ത് അവൻ ആത്മവിശ്വാസമില്ലാത്ത ഭയത്തോടെയുള്ള ജീവിതം നയിച്ചു. എന്നാൽ അവന്റെ ജീവിതത്തിലെ വലിയ മാറ്റം വന്നത് ഞാൻ ഇതിലുപരി ആകണമെന്ന ചിന്തയിലാണ്. ഗോഗിൻസിന്റെ പ്രശസ്തമായ ആശയമാണ് 40% റൂൾ. ഒരു മനുഷ്യൻ തളർന്നെന്ന് കരുതുന്ന സമയം അവൻ തന്റെ ശേഷിയിലൂടെ വെറും 40% മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് അവന്റെ വാദം. മനസ്സ് നിർത്തു എന്ന് പറയുമ്പോൾ ശരീരം കൂടുതൽ ചെയ്യാൻ ശേഷിയുള്ളതാണെന്ന് മനസ്സിലാക്കണം. കഠിനമായ പരിശീലനവും നേവി സീൽ ജീവിതവും. നേവി സീലാകാൻ അവൻ 3 തവണ ശ്രമിച്ചാണ് വിജയിച്ചത്. ഓരോ തവണയും പരാജയങ്ങളും ശരീരപരമായ ബുദ്ധിമുട്ടുകളും നേരിട്ടു. എന്നാൽ അവൻ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്തില്ല. പെയിൻ ഈസ് ടെമ്പററി, ക്വിറ്റിംഗ് ലാസ്റ്റ് ഫോർ എവർ എന്ന ചിന്ത അവനെ മുന്നോട്ട് കൊണ്ടുപോയി. പുസ്തകത്തിൽ എഴുത്തുകാരൻ തന്റെ അൾട്രാ മാരത്തോൺ ഓട്ടങ്ങളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. 100 മൈൽ 200 മൈൽ വരെ നീളുന്ന കഠിനമായ റേസുകൾ അവൻ പൂർത്തിയാക്കി. ശരീരം തകരുന്ന അവസ്ഥകളിലും മനസ്സിന്റെ നിയന്ത്രണം കൊണ്ട് അവൻ മുന്നോട്ട് പോയ കഥകൾ വളരെ പ്രചോദനപരമാണ്. മെന്റൽ ടഫ്നെസ് അഥവാ മാനസിക ശക്തി. ഈ പുസ്തകത്തിന്റെ മുഖ്യ സന്ദേശം മനസ്സാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ തടസ്സം എന്നാണ്. അതേസമയം ഏറ്റവും വലിയ ശക്തിയും മനസ്സ് തന്നെ. ഭയം, അലസത, സംശയം എന്നിവയെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ ആർക്കും അസാധ്യമായ കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയും. കഠിനമായ ജീവിത സാഹചര്യങ്ങൾ ഒരാളുടെ അവസാനമല്ല. സ്വയം സത്യസന്ധതയാണ് മാറ്റത്തിന്റെ തുടക്കം. മനസ്സിനെ പരിശീലിപ്പിക്കാം. ശരീരം പോലെ തന്നെ. വേദന ഒഴിവാക്കാതെ അതിനെ നേരിടുക വളർച്ചയ്ക്ക് വഴി തുറക്കും. ഈ പുസ്തകം നമ്മളെ മനസ്സിലാക്കി തരുന്നത് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് കഴിവില്ലാത്തത് കൊണ്ടല്ല, നമ്മൾ സ്വയം വിശ്വസിക്കാത്തത് കൊണ്ടും കഷ്ടതകളെ ഭയക്കുന്നത് കൊണ്ടും എളുപ്പത്തിൽ കീഴടങ്ങുന്നത് കൊണ്ടുമാണ്. ഡേവിഡ് ഗോഗിൻസിന്റെ കാൺട്ട് ഹേർട്ട് മീ എന്ന പുസ്തകം ഈ ചിന്താഗതിയെ പൂർണ്ണമായും മാറ്റിമറിക്കുന്നു. ഡേവിഡ് ഗോഗിൻസ് ഒരു വിജയിയായ കായിക താരമായോ സൈനികനായോ ജനിച്ചിട്ടില്ല. ഭയവും ദാരിദ്ര്യവും നിറഞ്ഞൊരു ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പഠനത്തിൽ പിന്നാക്കം, അമിതവണ്ണം, ആത്മവിശ്വാസക്കുറവ്, ജീവിതത്തിലെ അനേകം തടസ്സങ്ങൾ ഇതെല്ലാം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയിരുന്നു. ഒരിക്കൽ അദ്ദേഹം കണ്ണാടിയിൽ സ്വന്തം രൂപം നോക്കി. അപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു, തന്റെ ജീവിതം മാറ്റേണ്ടത് മറ്റാരുമല്ല, താനാണ് എന്നാണ്. ആ നിമിഷം മുതൽ അദ്ദേഹം ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. ഓരോ ദിവസവും സ്വയം വെല്ലുവിളിക്കാൻ തുടങ്ങി. രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നേരത്തെ എഴുന്നേൽക്കുക, ഓടാൻ മടിയാണെങ്കിൽ കൂടുതൽ ദൂരം ഓടുക, ശരീരം ക്ഷീണിച്ചാലും ഒരു ചുവട് കൂടി മുന്നോട്ട് വെക്കുക. കാരണം വളർച്ച എപ്പോഴും സുഖമേഖലയ്ക്ക് അഥവാ കംഫർട്ട് സോണിന് പുറത്താണ് നടക്കുന്നത്. ഗോഗിൻസ് പറയുന്നത് നമ്മുടെ മനസ്സ് പലപ്പോഴും നമ്മെ വഞ്ചിക്കുമെന്നാണ്. നിനക്ക് കഴിയില്ല, ഇത് വളരെ ബുദ്ധിമുട്ടാണ്, നാളെ ചെയ്യാം എന്നൊക്കെയാണ് അത് പറയുന്നത്. പക്ഷെ ആ ശബ്ദത്തെ മറികടന്ന് മുന്നോട്ട് പോകുന്നവരാണ് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നത്. അദ്ദേഹം ഇതിനെ ടേക്കിംഗ് സോൾസ് എന്ന് വിളിക്കുന്നു. നിന്നെ സംശയിക്കുന്നവരെയും നിന്റെ ഉള്ളിലെ ഭയത്തെയും നിന്റെ വിജയത്തിലൂടെ തോൽപ്പിക്കുക. പുസ്തകത്തിലെ ഏറ്റവും ശക്തമായ 40% റൂളാണ്. നമ്മൾ തളർന്നെന്ന് കരുതുമ്പോൾ നമ്മുടെ യഥാർത്ഥ ശേഷിയുടെ വെറും 40% മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതായത് നമുക്ക് തോന്നുന്നതിലും കൂടുതൽ ശക്തിയും കഴിവും നമ്മുടെ ഉള്ളിലുണ്ട്. പലരും അവരുടെ യഥാർത്ഥ കഴിവ് ഒരിക്കലും കണ്ടെത്തുന്നില്ല, കാരണം അവർ വളരെ വേഗം കീഴടങ്ങുന്നു. ഗോഗിൻസ് മറ്റൊരു പ്രധാന പാഠവും നൽകുന്നു. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ശാപമല്ല, പരിശീലനമാണ്. പരാജയങ്ങൾ, വിമർശനങ്ങൾ, നിരാശകൾ ഇവ നമ്മെ തകർക്കാനല്ല, ശക്തരാക്കാനാണ് വരുന്നത്. ഓരോ പ്രതിസന്ധിയും ഒരു അവസരമാണ്. അത് നമ്മെ കൂടുതൽ കരുത്തുറ്റവരാക്കുന്നു. ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് വിജയത്തിന്റെ രഹസ്യം കഴിവോ ഭാഗ്യമോ അല്ല എന്നതാണ്. അത് അച്ചടക്കമാണ്. പ്രചോദനം വരികയും പോവുകയും ചെയ്യും, പക്ഷേ അച്ചടക്കം സ്ഥിരമാണ്. മനസ്സ് പറയുന്നതല്ല, ലക്ഷ്യം ആവശ്യപ്പെടുന്നതാണ് ചെയ്യേണ്ടത്.
ഓർമ്മിക്കേണ്ട സന്ദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതം മാറ്റാൻ ഒരു അത്ഭുതം വേണ്ട, ഒരു തീരുമാനം മതി. ഓരോ ദിവസവും ഇന്നലേക്കാൾ അല്പം മെച്ചപ്പെടാൻ ശ്രമിക്കുക. നിങ്ങളുടെ പരിധികൾ പലതും യഥാർത്ഥമല്ല, അവ നിങ്ങളുടെ മനസ്സ് സൃഷ്ടിച്ച മതിലുകളാണ്. ആ മതിലുകൾ തകർക്കാൻ ധൈര്യം കാണിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പോലും അത്ഭുതമാകും. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു സാഹചര്യങ്ങളല്ല, നിങ്ങളുടെ ഉള്ളിലെ കീഴടങ്ങാൻ തയ്യാറായ മനസ്സാണ്. അതിനെ ജയിച്ചാൽ ലോകം നിങ്ങളെ ഒന്നിലും തടയുകയില്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ സംഗ്രഹങ്ങൾക്ക് വേണ്ടി. താങ്ക് യു സോ മച്ച്.